ചേട്ടാ ഈ വെള്ളത്തില് ഇത് അലമാരി എവിടെ കൊണ്ടുപോണേ? തൃശ്ശൂർക്കല്ലേ? വെള്ളം കാരണം കയറ്റാൻ പറ്റണല്ലേ? ആ എറണാകുളത്തേക്ക് കൊണ്ടുപോകേണ്ടത് തൃശ്ശൂർ കൊണ്ടുപോകണപ്പോ. ആ ശരി. ഇത് എപ്പോഴാ വെള്ളം കയറിയേ? കാലത്ത് 1 മണിക്ക് ആണല്ലേ? വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ചാലക്കുടി കൂടപ്പുഴ ഭാഗമാണ്, പരിയാരം റൂട്ട് കേട്ടോ. അതിരപ്പള്ളിക്ക് പോണ വഴി തന്നെയാണത്. തടിയൊക്കെ ഒഴുകി പോകാതിരിക്കാൻ കയറിട്ട് കെട്ടി വെച്ചത് കേട്ടോ. സഹോദര, എന്നാ പേര്? എൻ്റെ പേര് ഷൈൻ. ആ, മൊത്തം വർഷം മുങ്ങി പോയില്ലല്ലേ? ആ, ഇന്നലെ രാത്രി ഒരു 10:30 ഒഴുകി അവിടുന്ന് വെള്ളം കയറി വന്ന് ഒടുങ്ങി. ആ, അപ്പൊ എൻ്റെ ആശാൻ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കായിരുന്നു, ഞാൻ വീട്ടിൽ പോയില്ല. മഴയായിരുന്നു, റെയിൻകോട്ട് കൊണ്ടില്ല, വർഷത്തിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ആള് തന്നെ ഫോൺ വിളിച്ചു, ഇവിടെ വെള്ളം കയറുണ്ടെന്ന് പെരിങ്ങൂത്തിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ പോയി പുഴ എടുത്ത് പോയപ്പോൾ ഭയങ്കര ഒഴുക്ക് വെള്ളം. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു റോഡൊക്കെ ഉണ്ട്, അവിടെയാണ് ഏറ്റവും ആദ്യം വെള്ളം കയറുന്നത്, കൂടപ്പുഴ. അവിടെ ഇപ്പൊ അവിടെ ഭയങ്കര വളരെ ശക്തിയില് ആ തോട്ടിന്ന് വളരെ ശക്തിയില് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുക. അപ്പൊ ഈ വെള്ളം തോട്ടിന്ന് പുഴയിലേക്കല്ലേ പോണത്? ചാലക്കുടി പുഴ പുഴന്ന് തോട്ടിലേക്ക്, പുഴന്ന് തോട്ടിലേക്ക് റിട്ടേൺ അടിക്കണല്ലേ? ഭയങ്കര സ്പീഡില്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടികൾ കുറെ വണ്ടികളുണ്ടായിരുന്നു, വണ്ടികൾ കുറെ സ്റ്റാർട്ടാവാന്നുണ്ടായിരുന്നു. ഒക്കെ സ്റ്റാർട്ടാക്കി രാത്രി തന്നെ ഞങ്ങൾ മുകളിൽ കയറ്റിയിട്ട് വണ്ടികൾ. ഇപ്പൊ ഇതിപ്പോ എന്താ സമയം പറയുന്നെങ്കിൽ 18 അതേ ഇത് തന്നെയാ വെള്ളം വരണേ, വന്നോണ്ടിരിക്കണല്ലേ? അതെ, അത്ര സ്പീഡിലാണ് വെള്ളം വന്നോണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടമാനപ്പോ ഒരു 6-7 പേര് കൂടി ഇതേക്കണ്ണ കൂടി വണ്ടികളൊക്കെ തള്ളി മാറ്റിയും സ്റ്റാർട്ട് ചെയ്തും കുറെ സുഹൃത്തുക്കളെ കൂടി ഞങ്ങൾ മാറ്റി. ഇത് വണ്ടിയില്ലേ ഞാൻ കണ്ടത് മൊത്തം വെള്ളം കയറിക്കണ കണ്ട ഒഴുക്ക് കണ്ടോ? ഇതുമാതിരിയാണ് ഒഴുക്ക് 18 വണ്ടിക്കാണ് കയറ്റിയിട്ടാണ് കുറച്ച് വണ്ടികളുണ്ട്. ആളാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഇത് വിളിച്ചു പറഞ്ഞപ്പോ കാലത്ത് തന്നെ പോന്നോ? പോന്നല്ലേ? തടി മുഴ വഞ്ചിയിലാണ് ഇപ്പൊ ഒരു അലമാരി അങ്ങനെ കയറ്റിട്ട് പോണുണ്ട്. വെള്ളം കയറി കഴിഞ്ഞാൽ വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ തന്നെ റോഡ് കവിഞ്ഞു തുടങ്ങി. ഒരുവിധം സ്മെല്ല് പോണ, ചിലര് പോണ്, ചിലര് തിരിച്ചു പോണ്, ചിലര് ആ വെള്ളത്തിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഭയങ്കര മോശമാണ്. എന്താ ചെയ്യല്ലേ? ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇത് ഈ ബൈക്കൊക്കെ രാവിലെ ഒരു തുള്ളി വെള്ളം ഉണ്ടായില്ല ഇവിടെ. ബൈക്ക് മുങ്ങിയില്ലല്ലേ? അതൊക്കെ ബൈക്കൊക്കെ മുങ്ങി പോയി. ഇവിടെ കുറേയൊക്കെ കുറച്ച് വണ്ടികൾ കയറ്റിയത്, എവിടെയൊക്കെ കുറെ ബൈക്കിൽ ഇരിക്കുന്നുണ്ട്, ഇതിനുള്ളിലൊക്കെ ബൈക്ക് ഇരിക്കുന്നുണ്ട്. വേണ്ട ബൈക്കിനെ
അത് മാത്രം അവിടെ ഇല്ലായിരുന്നതാ. അത്ര വെള്ളമായി ഇപ്പൊ. അല്ലേ? രാവിലെ അത്ര വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല, വെള്ളം ഉണ്ടായിരുന്നില്ല ഇവിടെ. പാടത്ത് മാത്രം വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഒരു 1-2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കയറി ഇവിടെ. വെള്ളം കയറി അല്ലേ? അവിടെ ഒരു ബൈക്കിൽ ഉണ്ടാവും. ഓ, 2 വണ്ടി മുങ്ങിയിട്ടുണ്ട്. അവിടെ ഒക്കെ ബൈക്കിൽ ഇരിക്കുന്നുണ്ട്, അവിടെ അറ്റത്ത് ബൈക്കിൽ ഇരിക്കുന്നുണ്ട്. ഒന്നും കൊണ്ട് മാറ്റാൻ പറ്റിയില്ല അല്ലേ? ഒന്നും മാറ്റില്ല. അത് പിന്നെ റിപ്പയറിന് വന്നാലുണ്ട്, അതങ്ങനെ വിട്ടു. വർഷാപ്പല്ലേ അത്? ബൈക്ക് വർഷാപ്പാണത്. വലിയ വണ്ടികളുടെ വലിയ വണ്ടി അല്ലേ? ശരി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനിയും വെള്ളം ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് ശക്തമായിട്ട് കയറിണ്ടിരിക്കണേ, ചെറുതായിട്ടല്ല. 18 അതേ ഇത് തന്നെയാണ് കാണുന്നത്. എടുക്കാൻ പറ്റില്ല. ഇവൻ നമ്മുടെ ജീപ്പിന്റെ ഉള്ളിൽ കയറിക്കണ്ടല്ലോ സഹോദര. ഈ വണ്ടിയുടെ അടി കയറുന്നിട്ട് ഇപ്പൊ തന്നെ ഇത് ചെയ്യണത് എന്താ കാരണം? ഇത് വണ്ടി എത്രയും പെട്ടെന്ന് വെള്ളം കയറണേ, അപ്പൊ കൊണ്ട് ഓടിച്ചുകൊണ്ട് പോണം. ഒരു പൈപ്പ് പൊട്ടേക്കണ അതിന്റെ ബ്രേക്കിന്റെ പൈപ്പ്. ഇതേമാതിരി കുറെ ആൾക്കാർ കാണാൻ വന്നൊക്കെ ബ്രേക്ക് ഓട്ടി കിട്ടില്ലേന്. അപ്പൊ അതിന് വേണ്ടി തള്ളി കൊണ്ടുപോയാലും ബ്രേക്ക് ഓട്ടി കിട്ടില്ലേ, അപ്പൊ അതിന് പൈപ്പ് മാറാം. അപ്പൊ നമ്മളെ സഹോദരൻ കണ്ട ഈ മഴയത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആള് ഇപ്പൊ ജീപ്പ് തള്ളിയിട്ട് പോകണില്ല, നീങ്ങണില്ല. അപ്പൊ അത് എങ്ങനെയാണ് റിപ്പയർ ചെയ്ത് കയറ്റി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഇത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ നടക്കണേ. കണ്ട ആള് അത്ര ആത്മാർത്ഥയാണ്. ഇപ്പോൾ ആ ജീപ്പ് ആള് തന്നെ പറയുന്നത്, ഞാൻ തന്നെ ഇതിപ്പോൾ ശരിയാക്കി നമുക്ക് തള്ളി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അതിന് ഇടയിൽ കയറി കിടക്കണേ. പിന്നെ സഹോദരൻ, ഞാൻ വരുമ്പോ ഇതിന്റെ ഉള്ളിൽ ഒരു നായ്ക്കുട്ടി കിടക്കണ്ടായിരുന്നല്ലോ. അത് ഇവിടുത്തെ വണ്ടിയാട്ടാ. അല്ലേ? ആ വണ്ടി അതന്നെ, അതാണ് അത് ചെയ്യണം കേട്ടോ. ഭക്ഷണമൊക്കെ കാലത്ത് കൊടുത്തു. എന്നിട്ട് വല്ല ആവശ്യമുണ്ടോ? ഞാൻ എടുത്തുതരാം. ഒരാൾ സ്പാൻഡ് എടുക്കാൻ പോയിട്ട് നമ്മുടെ ശിശുവിന്റെ. അപ്പൊ ഞാൻ സ്പാൻഡർ ആള് കൊണ്ടുവരാൻ പറയാം, എടുത്തുതരാം കേട്ടോ. ഓക്കെ. Ada lagi.